ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും മനു എക്സ്പീരിയൻ ലോഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതുവരെ നമ്മുടെ ലോഫ്റ്റ് വേറൊരു സ്ഥലത്തായിരുന്നു. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് മാറ്റി നെറ്റൊക്കെ അടിച്ചു. പുതിയൊരു ലോഫ്റ്റ് പോലെയൊക്കെയുണ്ട് സംഭവം. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് പുതിയ അറൈവൽസൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ എന്തായാലും കാണാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് കിടക്കാം. വാതിലടിച്ചിട്ടില്ല, വാതിലും കൂടി ഇനി അടിക്കാനുള്ളൂ. അതിൻ്റെ കൂടെ പണിയേ ബാക്കിയുള്ളൂ. ബാക്കിയൊക്കെ അടിച്ചു. ഇവിടെ ഒരു കൂട് പണിഞ്ഞു. പിന്നെ കുറച്ച് മുട്ട വിരിഞ്ഞു നമ്മുടെ. പിന്നെ ഇവിടെ ഒരു കൂട് പണിഞ്ഞു. നമ്മുടെ രണ്ടൂന്ന് പറവാനൊക്കെ എടുത്തു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലേക്ക് കാണാം. നമ്മുടെ സിൽവർ മുഗിയുടെ കുട്ടി വിരിഞ്ഞുണ്ട്. അപ്പോൾ നമുക്ക് അതിനെന്തെങ്കിലും പോയി കാണാം. ഇതാണ് നമ്മുടെ ഒരു കുട്ടി. കളറ് സിൽവർ തന്നെയാവാനുള്ള സാധ്യത. ഇതിന് ലൈനേജ് അങ്ങനെയാണോ, സിൽവറിലല്ല വന്നതാണ്. അപ്പോൾ ഒരു കുട്ടി ഇതാണ്. ഇത് ഫസ്റ്റ് വരുന്ന കുട്ടി. ഇത് സെക്കൻഡ് വരുന്ന കുട്ടി. ഭയങ്കര ഉഷാറാണ്. ഇയാളെ നമുക്ക് എന്തെങ്കിലും വിളിക്കില്ല. പിന്നെ നമുക്ക് പറയാനുള്ളത്, പുതിയൊരു മുഗീനെ എടുത്തു ഞാൻ. അത് നല്ല ഷോ ക്വാളിറ്റി ഉള്ളൊരു മുഗി. ഷോ ക്വാളിറ്റി ഉള്ള ഒരു മുഗീനെ എടുത്തു. ആ സംഭവത്തിന് കാണിച്ചാൽ ബ്ലൂ ബാർ വൈറ്റ് ഫെദറൊക്കെ വന്ന പ്രാവാണ്. ഇതാണ് ഇപ്പൊ നമ്മുടെ പുതിയ മുഗി. ആൾക്ക് ഇത് ഇവിടെ ചെറുതായിട്ട്, ഇത് അടിയിൽ മാത്രം ചെറുതായിട്ട് ഔട്ട് കയറിയിട്ടുണ്ട്. പിന്നെ മോൾട്ടിങ് സ്റ്റേജാണ്. ഇപ്പോൾ വൈറ്റ് ഫെദറാണ് ആള്. വേറെ ബ്ലൂ ബാർ വൈറ്റ് ഫെദർ വന്നിട്ട് നല്ല ഷോ ക്വാളിറ്റി. ഹെഡ് ഷേക്കിങ്ങുള്ള പേടാ. ഞാൻ ജസ്റ്റ് ഒന്ന് വിട്ട് കാണിച്ചു തരാം. അതേപോലെ പിടിക്കാൻ പാടായിരിക്കും, കുഴപ്പമില്ല, പറഞ്ഞു നടക്കട്ടെ. നമുക്ക് അടുത്താളെ കാണാൻ എന്തായാലും. സംഭവം എന്ന് പറയുന്നത് ഓസ്ട്രേലിയ വൈറ്റാണ്. പുള്ളിക്ക് ഇപ്പോൾ മോൾട്ടിങ് ആണ്. നമുക്ക് കണ്ടാൽ മനസ്സിലാവും തലയിലൊക്കെ തൂരി പോയിട്ട്. അപ്പോൾ ഇതിൻ്റെ കഥ എന്ന് പറയുമ്പോൾ വലിയ കഥ കേട്ടാ. നമുക്ക് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേക്ക് കൂട്ടുകാർ പെട്ടി കൊണ്ടുവന്നു. തുറന്നു നോക്കിയപ്പോൾ പ്രാവ്. അത് ഗിഫ്റ്റ് കിട്ടിയ പ്രാവാണ്. അപ്പോൾ കൂട്ടുകാരെന്ന സാധനമാണ് പ്രാവ് എന്നാണ് ക്ലാസ്സിൽ വിളിക്കുക. പക്ഷേ സംഭവത്തിനുണ്ടല്ല ഭയങ്കര ഇഷ്ടമെങ്കിൽ. ഇത് നല്ല ക്വാളിറ്റി, അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട്. ക്യാപ്പ് എന്താ ചെറുതാന്ന് തോന്നുന്നു. അത് മാത്രമേ ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. കുഴപ്പമില്ല കേട്ടോ, നല്ല പ്രാവാ. ആളെന്തായാലും ഉള്ളിക്കിടാം. പിന്നെ നമ്മുടെ സിറാസിനെ നമ്മൾ വിറ്റുട്ടാ. സിറാസ് സോൾഡായി. ഇനിയിപ്പോൾ എന്താ കാണിച്ചാൽ പറവാന കാണിച്ചാലാണ്. പറവാന്ന് ഇത് പുതിയ കൂടാട്ടാ. പറവകൾക്ക് വേണ്ടി പുതിയ കൂടാ. സംഭവം നമ്മുടെ സാധനം സംഭവത്തിന് കാണിച്ചു തരാം. ഈ കൂടടിക്കുന്ന വീഡിയോ ഞാൻ എന്തായാലും ചെയ്യാം. ഇവിടെ ഒരു കൂടുണ്ട്. ആ കൂടടിക്കുന്ന വീഡിയോ ഞാൻ എന്തായാലും ചെയ്യാം. അപ്പോൾ ഇയാളെന്തായാലും കാണിച്ചു തരാം. പറവയുടെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ബൂട്ട് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. അത് എനിക്ക് പറ്റിയൊരു തെറ്റാണ്. ഇതുവരെയൊക്കെ എന്തായാലും കാണിച്ചു തരാം. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവല്ലോ. നമ്മൾ കോഴിക്കോട് നിന്ന് എടുത്തോണ്ടെന്നോട്ടെ സാധനത്തിന്. കോഴിക്കോട് നിന്ന് എടുത്തോണ്ടെന്ന പ്രാവാണ്. നിങ്ങൾക്ക് കാണാം. ഈ കാലിൻ്റെ നഖം കറുപ്പ്, അതുപോലെ തന്നെ കൊക്ക് കറുപ്പ്, പിന്നെ ചിറകനെ കണ്ടില്ലേ. അവിടെ ഒരു സർക്കിൾ വന്നിട്ട് ഇവിടെ കണ്ട. ഇതുപോലെ ഇവിടെ കറുപ്പ്, ഈ ചെറിയിൽ കറുപ്പ് വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഈ ചെറിയിൽ കറുപ്പ്. അത് ഒരു റൗണ്ടായിട്ട് ഏകദേശം പറക്കുമ്പോൾ റൗണ്ടായിട്ട്. ഫീമെയിലാണ് ആളെപ്പോൾ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. കുട്ടികളെ ഇറക്കിയിട്ട് ഞാൻ ട്രെയിൻ ചെയ്യിപ്പിച്ച് തുടങ്ങാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇതിൻ്റെ മെയിലാണ് ചില
മെയിലിൻ്റെ ചിറക് വെട്ടിയേക്കട്ടാ. അത് അവിടുന്ന് കൊണ്ടുവന്നപ്പോൾ ഇങ്ങനെ വെട്ടിയിട്ടാണ് കൊണ്ടുവന്നത്. ആളുടെ നിങ്ങൾക്ക് കാണാം, ഡബിൾ കണ്ണാണ് വന്നത്. പിന്നെ കാല് നിങ്ങൾക്ക് കാണാം, നേക്കട തന്നെയാട്ടാ, ബൂക്കില്ല കാലുമേ. വെള്ള നഖം, അതുപോലെ തന്നെ കൊക്കും വെള്ള, കണ്ണ് വേറെ, ഒരു കണ്ണ് ഈ ഷെയ്ഡും മറ്റേ കണ്ണ് വേറെ ഷെയ്ഡാണ് വന്നത്. ഇയാളെന്തായാലും നമുക്ക് കൂട്ടിക്കില്ല. പിന്നെ വേറെ എന്തൊക്കെ പറയാനുള്ള ഇതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ മറ്റേ വീഡിയോ തന്നെ നമ്മുടെ സെക്കൻഡ് പാർട്ട് എന്തെങ്കിലും ചെയ്യും. അപ്പോൾ ലോഫ്റ്റൊക്കെ ഒന്ന് പുതുക്കി, അപ്പോൾ അതിൻ്റെ പണി കഴിഞ്ഞ് വാതിലിനും കൂടെ പണിയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക.